എവറിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് എ നമ്പറാണ്. ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് എങ്ങനെ നമുക്ക് ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. മാത്രമല്ല ഒരു ഐട്രേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു നമ്പർ റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ അൽഗോരിതം. ടു റിവേഴ്സ് എ നമ്പർ ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ ബിലോ. നമുക്ക് ഇവിടെയുള്ള കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ഫസ്റ്റ് എന്താണ്? വി ഫൈൻഡ് ദ റിമൈൻഡർ ഓഫ് ദി ഗിവൺ നമ്പർ ബൈ യൂസിങ് ദ മോഡുലോ ഓപ്പറേറ്റർ. നമ്മൾ ഫസ്റ്റ് കാണേണ്ടത്, നമ്മുടെ കയ്യിലൊരു നമ്പർ ഉണ്ട്, അതിൻ്റെ റിമൈൻഡർ കാണാം. എന്നാലും നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആദ്യം റിമൈൻഡർ കാണണം. അപ്പോൾ നമുക്ക് റിമൈൻഡർ കാണാൻ ഏത് ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? നമുക്കറിയാം മോഡുലോ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ റിമൈൻഡർ കാണാം. പിന്നെന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ദ വേരിയബിൾ റിവേഴ്സ് ബൈ 10 ആൻഡ് ആഡ് ദ റിമൈൻഡർ ഇൻ ടു ഇറ്റ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കയ്യിലൊരു വേരിയബിൾ ഉണ്ടായിരിക്കണം റിവേഴ്സ് എന്നുള്ളത്. കാരണം നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് അത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് എന്ന വേരിയബിൾ സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നത് 0 ആയിട്ടാണ്. പിന്നെ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അപ്പോൾ ആ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയബിളിലുള്ള വാല്യൂവിനെ ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് റിമൈൻഡറിൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ടാവില്ലേ, അതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഡിവൈഡ് ദ നമ്പർ ബൈ 10. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ആ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിപ്പീറ്റ് ദ എബോവ് സ്റ്റെപ്സ് അണ്ടിൽ ദ നമ്പർ ബിക്കം 0. ഏതുവരെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം? നമ്മളുടെ ആ നമ്പർ എന്ന് പറയുന്ന ആ വാല്യൂ 0 ആവുന്നത് വരെ നമുക്ക് ചെയ്യാം. 0 ആയി കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാം. അപ്പോഴേക്കും നമുക്ക് റിവേഴ്സ് ഓഫ് ദി നമ്പർ കിട്ടിയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് റിവേഴ്സ് ഈ നമ്പറിൻ്റെ ലോജിക്ക് വരുന്നത്. ഇനി നമുക്ക് ഐട്രേഷൻസ് എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഐട്രേഷൻ 1. ഫസ്റ്റ് ഐട്രേഷനിൽ എന്താണ് സംഭവം? നമ്പർ 1 2 3 4 എന്നുള്ള നമ്പറാണ് നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റിമൈൻഡർ കാണാം. അപ്പോൾ 1 2 3 4 മോഡുലോ 10 ചെയ്ത് കഴിഞ്ഞാൽ എന്താ റിമൈൻഡർ കിട്ടുക? 4 ആണ്. എനിക്ക് ഡൗട്ടുള്ളവരൊന്ന് മോഡുലസ് കണ്ടു നോക്കും. അതായത് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത താഴെ റിമൈൻഡറായിട്ട് 4 കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 10 കൊണ്ടൊക്കെ ആകുമ്പോൾ ഒരുവിധം ലോജിക്കൊക്കെ എല്ലാവർക്കും മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു ലാസ്റ്റത്തെ ഡിജിറ്റാണ് വരിക. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 4 കിട്ടി. ഇനി റിവേഴ്സിൽ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, റിവേഴ്സ് നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നത് 0 ആയിട്ടാണ്. പിന്നെ ഇങ്ങനെ വാല്യൂസ് മാറി മാറി വരും, കാരണം നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 0 × 10 ചെയ്തു, പ്ലസ് റിമൈൻഡർ എന്താണ്? 4 ആണ്. അപ്പോൾ 0 + 4 4 കിട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ആ നമ്പറിനെ ഡിവൈഡ് ബൈ 10 ചെയ്യാം. 10 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 1 2 3 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2 3 ആണ് കിട്ടുക. നോ ദ വാല്യൂ ഓഫ് ദ നമ്പർ ആൻഡ് റിവേഴ്സ് വേരിയബിൾ ഈസ് 123 ആൻഡ് 4 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ വാല്യൂ ഓഫ് ദ നമ്പർ ഇനി 1 2 3 എന്നായി മാറി. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ആയിട്ടും മാറി കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഐട്രേഷൻ 2 എന്താ നടക്കുന്നത്? നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? 1 2 3 മോഡുലോ 10 ചെയ്യും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്പറായിട്ടുള്ള ഡിജിറ്റായിട്ടുള്ള 3 കിട്ടും. പിന്നെ റിവേഴ്സ് ചെയ്യും. എന്താ റിവേഴ്സ്? ഈക്വൽ ടു 4 × 10 + 3 40 + 3 43. ഓക്കെ, പിന്നെ നമ്പർ എന്ത് ചെയ്യും? വീണ്ടും ഡിവൈഡ് ചെയ്യും. 123 123/10. അപ്പോൾ എന്താ കിട്ടുക? 1 2 അല്ലെങ്കിൽ 12. മനസ്സിലായില്ലേ ലോജിക്ക് എന്താണ്? അത് നമുക്ക് ആ ഡിജിറ്റും കൂടെ കഴിഞ്ഞു. പിന്നെ നൗ ദ വാല്യൂ ഓഫ് ദ നമ്പർ ആൻഡ് റിവേഴ്സ് വേരിയബിൾ ഈസ് 12 ആൻഡ് 43 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്പർ എന്നുള്ള 12 ആയി, പിന്നെ റിവേഴ്സ് എന്നുള്ളത് 43 ആയി. ഇനി അടുത്ത ഐട്രേഷനിൽ വരുമ്പോൾ നമ്പർ 12 ആണ്. റിമൈൻഡർ 12 മോഡുലോ 10 ചെയ്യും. അപ്പോൾ 2 കിട്ടും. റിവേഴ്സ് 43 × 10 + 2 ചെയ്യും. അപ്പോൾ 43 + 2 432 വരും. പിന്നെ നമ്പർ എന്ത് ചെയ്യും? 12/10 ചെയ്യും. അപ്പോൾ 1 കിട്ടും. നോ ദ വാല്യൂ ഓഫ് ദ നമ്പർ ആൻഡ് റിവേഴ്സ് വാല്യൂ ഈസ് 1 ആൻഡ് 432 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഐട്രേഷൻ 4. എന്താണ് ഐട്രേഷൻ 4ൽ എത്തുമ്പോൾ നടക്കുക? നമ്പർ 1 ഉള്ളൂ. അതിൻ്റെ റിമൈൻഡർ കാണുമ്പോൾ 1 മോഡുലോ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. പിന്നെ റിവേഴ്സ് എങ്ങനെയാണ് കാണുക? 432 × 10 + 1. അപ്പോൾ 4320 + 1 = 4321 കിട്ടും. അപ്പോൾ അതായിരുന്നല്ലോ നമ്മുടെ റിവേഴ്സ് അല്ലേ. നമ്മളങ്ങനെ ഔട്ട്പുട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്പർ ഒന്നുകൂടെ നമ്മൾ ചെയ്ത് നോക്കുക. 1/10 ചെയ്യും. അത് 0 ആണ് കിട്ടുക. 0 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനില്ലല്ലോ. ദ വേരിയബിൾ നമ്പർ ബിക്കം 0. ഹെൻസ് വി ഗെറ്റ് ദ റിവേഴ്സ് നമ്പർ 4321.
അതായത് നമുക്കവിടെ വേരിയബിൾ നമ്പർ എന്തായി 0 ആയി മാറി. അതോടുകൂടി ആ പ്രോസസ്സ് അവിടെ അവസാനിച്ചു. മാത്രമല്ല നമുക്ക് നമ്മളുടെ റിവേഴ്സ് നമ്പർ കിട്ടിക്കഴിയുകയും ചെയ്തു. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് വന്ന് നോക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഒക്കെ ചെയ്തു. നമ്മളിവിടെ നമ്പറായിട്ട് 9, 8, 7, 6, 5, 4 വരെയുള്ള നമ്പേഴ്സാണ് ഇൻറ്റ് നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു ഇൻറ്റീജർ നമ്പർ ആയതുകൊണ്ട് ഇൻറ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. പിന്നെ റിവേഴ്സ് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വൈലാണ് റിവേഴ്സ് 0 ആണ് കേട്ടോ കറക്റ്റ്. കാരണം നമ്മൾ മുന്നത്തെ എക്സാമിന് നമ്മൾ ഫാക്ടോറിയലൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും 0 കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു പ്രൊഡക്റ്റ് കാണുമ്പോൾ. കാരണം അവിടെ നമുക്കത് പിന്നെ അങ്ങോട്ട് ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല, അതിലിങ്ങനെ ലൂപ്പ് കടന്ന് കളിക്കും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. പിന്നെ ഒരു അഡീഷൻ ഓപ്പറേഷൻ വരുന്നുണ്ട്. അതായത് 0 × 10 + 4 അല്ലെങ്കിൽ 9 അങ്ങനെ 4 അങ്ങനെ രീതിയിലുള്ള എന്ത് വരുന്നുണ്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് റിവേഴ്സിന് അവിടെ 0 ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചില ആളുകൾ അങ്ങനെ 2 വീഡിയോ കാണുന്നത് ചിലപ്പോൾ കൺഫ്യൂഷനാകും. അവിടെ ഇടരുത് എന്ന് പറഞ്ഞു, ഇവിടെ ഇടാമെന്ന് പറയുന്നു എന്നുള്ളതിൻ്റെ മാറ്റം അതാണ്. മറ്റേ കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് മാത്രമാണ്. ഇവിടെ അങ്ങനെയുള്ള അഡീഷൻ അതിൻ്റെ കൂടെ സമ്മായിട്ട് വരുന്നുണ്ട്. വൈൽ നമ്പർ നോട്ട് ഈക്വൽ ടു 0, നമ്പർ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. എപ്പോഴാണോ നമ്പർ ഈക്വൽ ടു 0 ആവുന്നത് അപ്പോൾ അങ്ങോട്ട് എക്സിറ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. 9, 8, 7, 6, 5, 4 ആയിട്ടുള്ളൊരു വലിയ നമ്പർ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഇൻറ്റ് റിമൈൻഡർ നമ്പർ മോഡുലോ 10. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം റിമൈൻഡർ കണ്ടുപിടിക്കുക മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. പിന്നെ റിവേഴ്സ് ചെയ്യുക, റിവേഴ്സ് ഇൻറ്റു 10 + റിമൈൻഡർ. പിന്നെ നമ്പർ എന്ത് ചെയ്യുക, വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഏത് വരെ, വൈൽ നമ്പർ ഈക്വൽ ടു 0 ആവുന്നത് വരെ. വൈൽ നമ്പർ ഈക്വൽ ടു ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാം. എന്നിട്ട് പ്രിൻ്റ് അടിക്കാം. ദ റിവേഴ്സ് ഓഫ് ദ ഗിവൺ നമ്പർ ഈസ് റിവേഴ്സ്. അപ്പോൾ ഇവിടെ 9, 8, 7, 6, 5, 4 വരുമ്പോൾ ആദ്യം എന്താ വരിക, റിസൾട്ടായിട്ട് റിവേഴ്സിൽ 4 വരും. പിന്നത്തെ റൗണ്ടിൽ 5 വരും, പിന്നത്തെ റൗണ്ടിൽ 6 വരും, പിന്നെ 7 വരും, 8 വരും, 9 വരും. നമ്മൾ നേരത്തെ ഐട്രേഷൻ കാണിച്ചില്ലായിരുന്നോ. നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ആ ലോജിക്ക് കറക്റ്റ്ലി ഇപ്പോഴും ക്ലിയർ ആവാത്തവർ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ക്വസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഐട്രേഷനായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. പക്ഷേ റിമൈൻഡർ കാണുന്നിടത്ത് മിസ്റ്റേക്ക് വരരുത്. അതേപോലെ ഡിവിഷൻ ചെയ്യുന്നിടത്ത് മിസ്റ്റേക്ക് വരരുത്. നിങ്ങൾ നല്ല ചിലർക്കൊക്കെ അങ്ങനെ മിസ്റ്റേക്കുകൾ കാണാറുണ്ട്. അതായത് മോഡുലോ കാണുന്നിടത്തൊക്കെ പ്രശ്നമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടാത്ത, റിവേഴ്സ് ഓഫ് ദി ഗിവൺ നമ്പർ ഈസ് 4, 5, 6, 7, 8, 9. സിമ്പിളാണ് ലോജിക്ക്. പക്ഷേ ബൈ മിസ്റ്റേക്ക് എവിടെയും വരാൻ പാടില്ല. ഡിവിഷൻ കൊടുക്കേണ്ടടുത്തേ ഡിവിഷൻ കൊടുക്കാൻ പാടുള്ളൂ. ചില ആളുകൾ മോഡൽസ് കാണുന്നിടത്ത് അങ്ങ് ഡിവിഷൻ കൊടുക്കും. അതോടുകൂടി തീർന്നു, പിന്നെ നോക്കണ്ട ആ പ്രോഗ്രാം. അതേപോലെ തന്നെ മോഡൽസ് അങ്ങ് താഴെ. അതായത് ലോജിക്ക് ക്ലിയർ ആവാതെ പഠിക്കുന്നവരാണ് അത്രയും വലിയ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നത്. അല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഒരിക്കലും ഒരു കാര്യം പറയുമ്പോൾ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം പിന്നെ ഈ എക്സാമിന് വന്നാലും എഴുതാൻ കഴിയണം, അടുത്ത എക്സാമിന് വന്നാലും എഴുതാൻ കഴിയണം, പിന്നത്തെ എക്സാമിന് വന്നാലും എഴുതാൻ കഴിയണം. അതല്ലാതെ ഇപ്പോഴത്തെ എക്സാമിന് കഴിയുമെന്നും പിന്നെ അങ്ങോട്ട് കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നത് ബൈ ഹാർട്ട് സിസ്റ്റം ചെയ്യുന്നത് കൊണ്ടാണ്. ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ, കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിവേഴ്സ് ഓഫ് എ നമ്പർ ഉള്ളത്. സിമ്പിളാണ്, പക്ഷേ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, താങ്ക് യു.